നമസ്കാരം. ശബരിമലയിലെ കൊടിമരം ദ്വിജസ്തംഭം എന്നാണ് പറയുക. ഒരു സാധാരണ മരത്തൂണ് അല്ല. അത് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രവും അല്ലെങ്കിൽ ക്ഷേത്രം നിലകൊള്ളുന്ന ഭൂമിയും ആകാശവും എന്നുവെച്ചാൽ ഭക്തൻ നിലകൊള്ളുന്ന ഈ ഭൂമിയും ദേവൻ നിലകൊള്ളുന്ന ദൈവത്തിനെ ആത്മീയതയുടെ അച്ചുതണ്ട് പോലെ ബന്ധിപ്പിക്കുന്ന ആക്സിസ് മുണ്ടി എന്നൊക്കെ പറയാം, അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനായി ഉപയോഗിക്കുന്ന മരം എന്ന് പറയാം, അല്ലെങ്കിൽ മരങ്ങൾ എന്ന് പറയാം. ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കുന്നതും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതും വ്യത്യസ്തമായ ഭാവരൂപങ്ങളിൽ വ്യത്യസ്തമായ ആഗമശാസ്ത്രപ്രകാരം ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ തരത്തിലൊക്കെയാണ്. അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ആവരണം എല്ലാ ശാസ്ത്ര അനുസൃതമായിട്ട്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മോഡേൺ സയൻസ് അല്ല, ആഗമശാസ്ത്രപ്രകാരം അത് തിരഞ്ഞെടുക്കുന്ന തരം എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതിൽ ശബരിമലയിലെ കൊടിമരം ഒരു ഡിസ്കഷന് വന്നു എന്നുള്ളത് കൊണ്ട് ഏത് മരം ഉപയോഗിക്കുന്നു എന്നതിന് തെറ്റായ ചില പ്രയോഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു. ശബരിമലയിലെ കൊടിമരത്തിനെ ഉപയോഗിക്കുന്നത് പൊതുവെ കരിങ്കാലി എന്നറിയപ്പെടുന്ന അത്യന്തം ദൃഢവും ദീർഘായുസ്സുമുള്ള മരമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് ക്ഷേത്രം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ക്ഷേത്രത്തിലുള്ള കൊടിമരം ഉണ്ടാക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് അലോട്ട് ചെയ്ത് കിട്ടും. അങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് ഫ്രീ ആയിട്ട്, എത്ര വിലപിടിപ്പുള്ള മരവും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അത് നിലം തൊടാതെ കൊണ്ടുവരണം എന്നൊക്കെയാണ് നിയമം. അതൊക്കെ ഓരോ ക്ഷേത്രങ്ങളും ചെയ്യേണ്ടതാണ്. അത്യന്തം ദൃഢവും ദീർഘായുസ്സുമുള്ള കരിങ്കാലിയാണ് ഇതിനുപയോഗിക്കുന്നത്. കരിങ്കാലി അല്ലെങ്കിൽ തേക്ക് അല്ലെങ്കിൽ ആഞ്ഞലി, ഈ മരങ്ങളൊക്കെ ഉപയോഗിക്കാം. ശബരിമലയിൽ പ്രത്യേകത പ്രാധാന്യത്തോടു കൂടി ഉപയോഗിക്കുന്ന കരിങ്കാലി മരമാണ്. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കഠിനമുള്ളതാണ്, ശക്തിയാണ്, ബലമുള്ളതാണ്. കീടങ്ങൾ, ചെതല്, പൂപ്പൽ ഇവയൊന്നും കയറില്ല. അതിനൊക്കെ ചെറുക്കാനുള്ള കഴിവുണ്ട്. ഈർപ്പവും മഴയും ദീർഘകാലം കൊണ്ടാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എളുപ്പത്തിൽ വളയില്ല, പൊട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. കഠിനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൃത്യമാണല്ലോ, കാഠിന്യമുള്ള മരമാണ്. പതിറ്റാണ്ടുകൾ നിലനിൽക്കുന്നൊക്കെയാണ് പറയുന്നത്. മരങ്ങൾ പതിറ്റാണ്ടുകളൊക്കെ മുറിച്ച് നിലനിൽക്കുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ക്ഷേത്ര ധ്വജസ്തംഭത്തിന് ഏറ്റവും അനുയോജ്യമായ മരം എന്ന് പറയുന്നത് കരിങ്കാലി തന്നെയാണ്. പക്ഷേ മറ്റേതെങ്കിലും മരം ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന് കാരണങ്ങൾ പലതുമുണ്ട്. പ്രായോഗികമായ കാരണം ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ 50-70 അടി ഉയരം വേണം എന്ന് നിഷ്കർഷിക്കുമ്പോൾ വർഷങ്ങളോളം മഴയും വെയിലും കാറ്റും ഒക്കെ സഹിക്കാൻ പറ്റുന്ന, സ്വർണ്ണ ആഭരണങ്ങളുടെ ഭാരം താങ്ങാൻ പറ്റുന്ന, ഉള്ളിൽ ചെതൽ പോകാത്ത മരങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത്തരം മരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ആഗമശാസ്ത്രപ്രകാരം ക്ഷേത്രം നിർമ്മിക്കുന്ന ആഗമശാസ്ത്രം അനുസരിച്ചാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മരം രോഗബാധിതമായാൽ, പൊട്ടലോ വിള്ളലോ ഉണ്ടായാൽ, മിന്നലേറ്റ് കേടുപാടുകൾ ഉണ്ടായാൽ, ഇടിമിന്നലിൽ വീണതോ അശുദ്ധമായതോ നിലം തൊട്ടിട്ടുള്ളതോ ആയ മരങ്ങളൊന്നും ഉപയോഗിക്കില്ല. ശരിയായ ദിശയിൽ വളർന്ന, ആരോഗ്യമുള്ള, നേരെ വളർന്നിട്ടുള്ള മരം മുറിക്കുന്നതിന് മുമ്പ് പൂജകളും അനുവാദക്രമങ്ങളും അനുവാദ കർമ്മങ്ങളും ഒക്കെ നടത്തിയിട്ട് വേണം കൊടിമരത്തിനുള്ള മരം സെലക്ട് ചെയ്യാനും എടുക്കാനൊക്കെ. കൊടിമരത്തിന് നിരവധി ആത്മീയമായ അർത്ഥമുള്ളത് കൊണ്ടാണ് അതിന് ജീവനുള്ള ഒരു സംഭവമായിട്ട് ക്ഷേത്രത്തിനെ കല്ലുകളായാലും മണ്ണായാലും ഭൂമിയായാലും ശില്പമായാലും ഒക്കെ ജീവനുള്ള ഭഗവാന്റെ അംശങ്ങളായിട്ടാണ് കാണുന്നത്. ഉത്സവത്തിൻ്റെ ആരംഭ സൂചന എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം കൊടിയേറ്റം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ ദേവതയുടെ ഉത്സവം ആരംഭിച്ചു എന്ന് ജനങ്ങളെ അറിയിക്കാനും പ്രഖ്യാപിക്കാനും ഒക്കെ കൊടിമരമാണ് ഉപയോഗിക്കുന്നത്. കൊടിമരം ദ്വിജസ്തംഭം എന്ന പേര്. അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് തന്ത്രിയുടെ വീട് എന്നാന്ന് പറയാം. അങ്ങനെയാണ് ആ കൊടിമരത്തിന് കെട്ടാനുള്ള ആ ദണ്ട് പാരലായിട്ട് മുകളിലുള്ളത്. ഭക്തരുടെ
ആത്മീയ ദിശാസൂചിയായി ഗോപുരം, ബലിപീഠം, കൊടിമരം ഇതിനെയൊക്കെ കാണണം. അത് മനസ്സിനെ ഭൗതികമായ ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് തിരിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഉപകരിക്കുന്ന ദൃക്സാക്ഷികളായിട്ടുള്ള സാക്ഷികളായിട്ടുള്ള ഒരു സ്തംഭമായിട്ടാണ് കാണാറുള്ളത്. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് ദ്വിജസ്തംഭം എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയരുന്ന ശക്തിയുടെ പ്രതീകമാണ്. യോഗശാസ്ത്രത്തിൽ പറയുന്നത് സുഷുമ്ന നാഡിയാണ് ക്ഷേത്രത്തിൻ്റെ കൊടിമരമെന്നാണ്. ഒരു മനുഷ്യൻ്റെ സുഷുമ്ന നാഡിക്ക് എന്ത് പ്രാധാന്യം ശരീരത്തിലുണ്ടോ ക്ഷേത്രത്തിന് ഈ കൊടിമരത്തിന് ആ പ്രാധാന്യമുള്ളത്. ചില ആചാര്യന്മാർ ഇത് ദാർശനികമായിട്ടും ആഗമശാസ്ത്രത്തിലെ നിർബന്ധ വ്യാഖ്യാനങ്ങളും ഒക്കെ ചേർത്തിട്ട് പലതരത്തിലും പറയാറുണ്ട്. തേക്ക് ഉപയോഗിക്കാമോ എന്നാണ്. തേക്ക് നല്ല മരം തന്നെയാണ്. കരിങ്കാലിക്ക് കൂടുതൽ സാന്ദ്രതയുണ്ട്, കൂടുതൽ ദീർഘായുസുണ്ട്, കൂടുതൽ കാഠിന്യമുണ്ട്. അതുകൊണ്ട് കിട്ടാത്ത അവസ്ഥയിൽ തേക്ക് മരം ഉപയോഗിക്കുക എന്നുള്ളത് അടുത്തെത്താൻ പറ്റുന്ന ചില മരങ്ങളുടെ ഭാഗമായിട്ട്. ഇത് ആഗമശാസ്ത്ര പാരമ്പര്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓരോ സ്ഥലമനുസരിച്ച് കിട്ടാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഉപയോഗിക്കാം. എത്ര ഉയരം വേണം? 60 അടിയൊക്കെയാണ് 18 മീറ്റർ പൊതുവെ. പക്ഷേ ഓരോ ക്ഷേത്രങ്ങളും ഓരോ സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും ചില സ്ഥലത്ത് ദ്വിജസ്തംഭം ഇല്ലാത്ത ക്ഷേത്രങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അത് ആരാണോ ഇതിൻ്റെ സ്ഥാപത്യവേദം അറിയുന്നവർ, ആഗമശാസ്ത്രം പ്രകാരം ഉണ്ടാക്കുമ്പോൾ അവർ തീരുമാനിക്കുന്നതാണ്. പുറത്തുള്ള ആവരണം സ്വർണ്ണപ്പാളികൾ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളതാണ്. ശബരിമല ദ്വിജസ്തംഭം പൊതിയുന്നത് ചെമ്പ് കൊണ്ടോ പിത്തള കൊണ്ടോ കോപ്പർ കൊണ്ടോ സ്വർണം കൊണ്ടോ ഒക്കെ ഉപയോഗിക്കാം. എന്തിനായത്? മഴയിൽ നിന്ന് സംരക്ഷിക്കാനും മരത്തെ ഈർപ്പത്തിൽ നിന്ന് കാക്കാനും ദീർഘായുസ് ലഭിക്കാനും ക്ഷേത്ര മഹത്വത്തിൻ്റെ പ്രതീകമായിട്ടും ഒക്കെയാണ്. വലിയ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഒന്നും ഇതിന് പറയേണ്ട കാര്യം. ഇടിമിന്നലെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യെസ്, ഭാഗികമായിട്ട് വേണമെങ്കിൽ അതേന്ന് പറയാം. അതിനാണ് എന്ന് പറയുന്നത് തെറ്റാണ്. സ്വർണമോ ചെമ്പോ പൊതിയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം സംരക്ഷണം, അലങ്കാരം, ആഗമശാസ്ത്രപരമായ മഹത്വം, അതിൻ്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് പ്രത്യേക സംവിധാനത്തിൽ മിന്നൽ ഭൂമിയിലേക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ എത്രയോ ടെക്നോളജിക്കൽ മെത്തേഡുകളുണ്ട്. ലോഹാവരണം മാത്രം മിന്നൽ സംരക്ഷിക്കുന്നതിന് മതിയാവില്ല എന്ന് ഉറപ്പാണ്. അതിൻ്റെ ഉള്ളിൽ മരമായിട്ട് ഒരു ഇൻസുലേഷനായിട്ട് ഈ ആവരണം കൊടുത്താൽ ഇടിമിന്നലിൽ നിന്ന് ലൈറ്റനിങ് അറസ്റ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റില്ല എന്നാണ് ഉത്തരം. അപ്പം അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാം ശാസ്ത്രീയമായിട്ട് മോഡേൺ സയൻസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന മണ്ടത്തരങ്ങളാണെന്നേ പറയാൻ പറ്റുള്ളൂ. കരിങ്കാല മരത്തിന് ആത്മീയമായ പ്രാധാന്യമുണ്ടോ? ഭാരതീയ ദർശനത്തിലെ ജീവന്റെ പ്രതീകമാണ്, പ്രാണശക്തിയുടെ പ്രതീകമാണ്, ഭൂമിയും ആകാശവുമായി ബന്ധിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. അത് ഉറച്ച നിലപാടോടുകൂടി, സ്ഥിരതയോടുകൂടി, ദീർഘായുസോടുകൂടി, സഹനശക്തിയോടുകൂടി നിൽക്കുന്ന ഒരു പ്രതീകമായി, പ്രതിബിംബമായി കാണുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് വലിയ കണ്ടക്ടിവിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി പോകുന്നത് പോലെ അതിനെ പൊതിഞ്ഞത് കൊണ്ട് നിൽക്കാവുന്നതല്ല ഈ ഷോക്ക് കേൾക്കുന്ന ഇടിമിന്നൽ എന്ന് പറയുന്നത്. ഒരു ദാർശനികമായ കാഴ്ചപ്പാട്. ഹൃദയം എന്ന് പറയുന്ന ഗർഭഗൃഹം, വിഗ്രഹം എന്ന് പറയുന്ന ആത്മസാന്നിധ്യം, ബലിപീഠം എന്ന് പറയുന്ന അഹങ്കാര സമർപ്പണം, കൊടിമരം എന്ന് പറയുന്ന ദ്വിജസ്തംഭം എന്ന് പറയുന്ന നട്ടെല്ല്, സുഷുമ്ന നാഡി, ഗോപുരം എന്ന് പറയുന്ന ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള പ്രവേശനം, മനുഷ്യ ശരീരവുമായി ക്ഷേത്രത്തിനെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം ഇത്യഭിധീയതേ, ഇങ്ങനെയൊക്കെയാണ്. ഇത് ആഗമശാസ്ത്രത്തിൻ്റെ നിർബന്ധ വ്യാഖ്യാനം അല്ല, ആത്മീയമായ ചിന്തകന്മാരുടെ യോഗ ദർശനത്തിലൂടെ നൽകുന്ന പ്രതീകാത്മകമായ വിശദീകരണമായിട്ട് കാണും. അതുകൊണ്ട് ആഗമശാസ്ത്രത്തിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടത് പറയരുത്. ഉപയോഗിക്കുന്ന മരം പ്രധാനമായും കരിങ്കാലി ആണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് എന്നുള്ള ഉത്തരം പറഞ്ഞു, ഉപയോഗം പറഞ്ഞു, ഉയരം പറഞ്ഞു, ആവരണം പറഞ്ഞു, മിന്നൽ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, ആത്മീയ സന്ദേശവും പറഞ്ഞു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അതുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ.